ഹായ് ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പ്രാക്ടീസിന് വേണ്ടി പോവാണ്. സോ പ്രാക്ടീസ് ആരെയാണ് ഉടുക്കുന്നത്. അതിൻ്റെ ബ്ലൗസാണ് ഞാൻ ഈ കാര്യമായിരുന്നു തയ്ക്കുന്നത് കേട്ടോ. അറ്റത്തൊരു കെട്ടിട്ട് അപ്പം ഇത് എനിക്ക് ഞാൻ അടിക്കുന്നേ ഉള്ളൂ, കെട്ടിടാനൊന്നും എനിക്ക് അറിയില്ല. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. ഗൈസ്, അപ്പോൾ ബ്ലൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സാരി ഉടുക്കാൻ പോവാണ്. ഇതെനിക്ക് വിനയാമിസ് തന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. തന്നതൊന്നും പറയാൻ പറ്റില്ല, ഞാനിങ്ങ് എടുത്തുകൊണ്ട് വന്നതാണ്. സോ ഓക്കെ, വാട്ടവർ. അപ്പം പ്രാക്ടീസ് സാരി ഉടുക്കുകയാണ്. എനിക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് സാരി ഉടുക്കാൻ അറിയില്ല, അതായത് പ്ലീറ്റ് ഇടാൻ അറിയില്ല. സോ ഞാൻ ഉടുക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം നമ്മൾ സാധാരണ അഴിച്ചിടുന്ന പോലെ ഒറ്റൊരു പിന്ന് മാത്രം ചെയ്യും, എന്നിട്ട് പ്ലീറ്റ് ഇങ്ങനെ എടുക്കും. കാരണം പ്രാക്ടീസ് സാരിക്കാകുമ്പോൾ അത് കുഴപ്പമില്ല, കാരണം നമ്മൾ അറ്റം പിടിച്ച് ഇങ്ങനെ കുത്തുവാണല്ലോ, അരക്ക് കെട്ടുവാണല്ലോ. സോ അതിൻ്റെ പ്ലീറ്റ് കാണാൻ പോകുന്നില്ല, ഫ്രണ്ട് ഭാഗം മാത്രമല്ലേ കാണുള്ളൂ. അല്ലാത്തത് സാരി ഇങ്ങനെ ഉടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രാക്ടീസ് സാരി ഇങ്ങനെ ഉടുക്കാറുണ്ട് കേട്ടോ. ഇനി ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പം ആദ്യം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ സ്ക്രീൻ കെയർ ഒക്കെ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സൺസ്ക്രീനൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചറ പറയുന്നവരൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ഒന്നും കണ്ട് നിങ്ങൾ ആരും ഇത് ട്യൂട്ടോറിയലായിട്ടൊന്നും എടുത്ത് ചെയ്തേക്കരുത്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയ പോലെ ഒരു ഫീല് വരും. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും റൗണ്ടിലുള്ള കുഞ്ഞി പൊട്ടാണ് തൊടുന്നത്. പക്ഷേ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത്, നല്ല ഡാൻസ് കളിക്കാൻ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള സമയത്ത് ഞാൻ നീണ്ടിട്ടുള്ള പൊട്ട് വെക്കും കേട്ടോ. അപ്പോഴേ ഇത് രസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഓവറായിരിക്കും. ഇതിപ്പം ഈ പ്രാക്ടീസ് സാരിയൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. അതെൻ്റെ മുടി കെട്ടാൻ തുടങ്ങി. എനിക്ക് മുടി കെട്ടാൻ കുറേ ടൈം എടുക്കും. ഡാൻസ് കളിക്കുമ്പോൾ എപ്പോഴും മുടി പിന്നെ ഇടുന്നതാണ് നല്ലത്. ഞാൻ പഠിപ്പിക്കുന്ന വീട്ടിലോട് ഇത് തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. കാരണം മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അത് ശരിയാക്കാൻ തന്നെ കുറേ ടൈം പോകും. ഡാൻസിനെക്കാട്ടി ശ്രദ്ധിക്കേണ്ട ഒരു മുടീൻ്റെ കാര്യം. പൂവും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ.